ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് മോദിക്ക് പറ്റിയ ആളാണ് എന്ന് ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ പലരും കേട്ടിരിക്കും. അത് വളരെ ശരിയാണെന്ന് തെളിയിക്കുന്ന വാക്കുകളാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ വായിൽ നിന്ന് വന്നിരിക്കുന്നത്. ഓർക്കണം, രാജ്യത്തെ പരമോന്നത കോടതിയുടെ ചീഫ് ജസ്റ്റിസിന്റെ വാക്കുകൾ. അതുപോലെ തന്നെ ഇദ്ദേഹം പറഞ്ഞത് കേൾക്കുമ്പോൾ വ്യക്തമാകുന്ന മറ്റൊരു കാര്യം, ഇദ്ദേഹം പറയാതെ പറഞ്ഞിരിക്കുകയാണ് മോദിയുടെ കീഴിൽ രാജ്യത്തെ യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കുന്നില്ല എന്ന്. മോദി രാജ്യത്തെ യുവജനങ്ങളുടെയും മറ്റ് എല്ലാവരുടെയും ഭാവി ഇല്ലാതാക്കുകയാണ് എന്ന്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞ ഞെട്ടിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് കാണുകയും അതിനെക്കുറിച്ച് ജനങ്ങളുടെ പ്രതികരണങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യാം. അതുപോലെ ഇയാൾക്കെതിരെയുള്ള വിവിധ അഴിമതി ആരോപണങ്ങളെക്കുറിച്ച് ദ കാരവൻ മാഗസിൻ പുറത്തുവിട്ട കാര്യങ്ങളും കാണേണ്ടതാണ്. ചാനൽ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സാധാരണ വിവേകമുള്ള സംസ്കാരമുള്ള ആളുകൾക്ക് ഉന്നതമായ പദവികൾ ലഭിക്കുമ്പോൾ അവർ കൂടുതൽ വിവേകശാലികളും വിനയമുള്ളവരും സമൂഹത്തോട് കൂടുതൽ പ്രതിബദ്ധതയുള്ളവരുമായി മാറുകയാണ് ചെയ്യുക. എന്നാൽ ഇന്ത്യയിൽ നേരെ തിരിച്ചാണ് കാണുന്നത്. അധികാരവും പദവിയും കൂടുമ്പോൾ ധാർഷ്ട്യവും കൂടിക്കൂടി വരികയും സാമൂഹിക പ്രതിബദ്ധത മറക്കുകയും ചെയ്യും. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്നുള്ളത് രാജ്യത്തെ ജനങ്ങളുടെ നീതിക്ക് വേണ്ടിയുള്ള അവസാന പ്രതീക്ഷയാണ്. ഒരു അഭിഭാഷകൻ സീനിയർ അഡ്വക്കേറ്റ് പദവി നൽകാനുള്ള ഒരു ഹർജി സുപ്രീം കോടതിയിൽ നൽകിയപ്പോൾ അതിന് മറുപടിയായി ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ സൂര്യകാന്ത് മെയ് 15-ാം തീയതി പറഞ്ഞ കാര്യമാണ് രാജ്യത്തെ ജനങ്ങളെ മൊത്തം ഞെട്ടിച്ചിരിക്കുന്നത്. ലൈവ് ലോയുടെ ഈ ന്യൂസ് കണ്ടോ? സിസ്റ്റത്തെ ആക്രമിക്കുന്ന ഇത്തിൽ കണ്ണുകൾ ഉണ്ട് എന്നാണ് CJI സൂര്യകാന്ത് പറയുന്നത്. സിസ്റ്റം എന്ന് പറയുമ്പോൾ മൊത്തത്തിലുള്ള ഭരണ സംവിധാനം, രാജ്യത്തെ സ്വതന്ത്രമായിരിക്കേണ്ട ഇൻസ്റ്റിറ്റ്യൂഷനുകൾ, കോടതികൾ എന്നിവയൊക്കെ ഉൾപ്പെടുന്നതാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരു ജോലിയും ലഭിക്കുകയില്ലാത്ത, തൊഴിലിൽ ഒരു സ്ഥാനവും ഇല്ലാത്ത പാറ്റകളെ പോലെയുള്ള ഇത്തിൽ കണ്ണുകളായ ചെറുപ്പക്കാരുണ്ട്. അവരിൽ ചിലർ മാധ്യമങ്ങളാകുന്നു, മറ്റു ചിലർ സോഷ്യൽ മീഡിയ ആകുന്നു, വേറെ ചിലർ RTI ആക്ടിവിസ്റ്റുകൾ ആകുന്നു, ചിലർ മറ്റു തരത്തിലുള്ള ആക്ടിവിസ്റ്റുകൾ ആകുന്നു. അങ്ങനെ അവർ എല്ലാവരെയും ആക്രമിക്കുന്നു. എങ്ങനെയുണ്ട് രാജ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ വാക്കുകൾ? അതും ഈ 21-ാം നൂറ്റാണ്ടിൽ, ഈ 2026-ൽ ഒരു തരത്തിലും ഇത്തരത്തിൽ പ്രതികരിക്കാൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പോയിട്ട് ഏതെങ്കിലും കോടതിയിലെ ജഡ്ജി പോലും പാടില്ല. അതും ഇൻഫർമേഷൻ ജനങ്ങളുടെ വിരൽത്തുമ്പിൽ ഉള്ളപ്പോൾ യുവജനങ്ങളും ജൻസിയും രാജ്യങ്ങളുടെ ഭാവിയെ മാറ്റിമറിക്കുകയും രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ഇദ്ദേഹത്തിന്റെ ഈ പരാമർശത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് എങ്ങു നിന്നും ഉയരുന്നത്. വളരെയേറെ ആളുകൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സ്ഥാനത്ത് നിന്ന് സൂര്യകാന്തിനെ ഇംപീച്ച് ചെയ്യണം എന്ന ആവശ്യവുമായി എത്തിയിരിക്കുകയാണ്. നാഷണൽ ഹെറാൾഡിന്റെ ഈ വാർത്ത കണ്ടോ? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ ഈ പരാമർശത്തിൽ വളരെയേറെ പ്രതിഷേധ സ്വരങ്ങളാണ് രാജ്യമെമ്പാടും നിന്ന് ഉയരുന്നത് എന്ന്. മണി കൺട്രോളിന്റെ ഈ വാർത്തയിലും പറഞ്ഞിരിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ ഈ പരാമർശം വളരെയേറെ രൂക്ഷമായ പ്രതികരണങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന്. അതുപോലെ ഈ പരാമർശം തൊഴിലില്ലായ്മയെക്കുറിച്ചും ഇന്ത്യയിലെ ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്ക് എതിരെയുള്ള വിമർശനങ്ങളെക്കുറിച്ചും പ്രതിഷേധ ശബ്ദങ്ങളെക്കുറിച്ചുമുള്ള ചർച്ചകൾ ആളിക്കത്തിക്കുന്നതിന് കാരണമായിരിക്കുകയാണ് എന്നും പറഞ്ഞിരിക്കുന്നു. ഇനി ഇതിനോട് ചില ആളുകൾ പ്രതികരിച്ചിരിക്കുന്നത് എങ്ങനെയാണ് എന്ന് കാണാം. അഡ്വക്കേറ്റ് അമൻ എഴുതിയിരിക്കുന്നത്: CJI സൂര്യകാന്ത് പറഞ്ഞു, തൊഴിലില്ലാത്ത യുവാക്കൾ പാറ്റകളെപ്പോലെയും ഇത്തിൽ കണ്ണുകളെപ്പോലെയും ആണെന്ന്. അതെ, ഇത് CJIയുടെ കൃത്യമായ വാക്കുകളാണ്. അവസാനത്തെ സെന്റൻസ് കണ്ടോ? അദ്ദേഹം ചോദിച്ചിരിക്കുകയാണ് എത്രത്തോളമാണ് ഇന്ത്യയുടെ ജുഡീഷ്യറി തരം താണിരിക്കുന്നത് എന്ന്. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഉദയഭാനു ചിബ് പറഞ്ഞിരിക്കുന്നത്: അല്ലയോ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ജി, എന്തൊരു വാക്കുകളാണ്! എന്നിട്ട് ക്ലാപ്പ് ചെയ്യുന്നതിന്റെ ഇമോജി കൊടുത്തിരിക്കുന്നു. തൊഴിലില്ലാത്ത യുവജനങ്ങളെ പാറ്റകൾ എന്നും ഇത്തിൽ കണ്ണുകൾ എന്നും പറഞ്ഞ് ഒറ്റയടിക്ക് തരംതിരിച്ചിരിക്കുകയാണ്. RTI സമർപ്പിക്കുന്നവരും സോഷ്യൽ മീഡിയക്കാരും മാധ്യമപ്രവർത്തകരും എല്ലാം സിസ്റ്റത്തിന്റെ പാറ്റകൾ. തൊഴിൽ കൊടുക്കാൻ കഴിയുന്നില്ല. അതിനാൽ ഇപ്പോൾ കീടനാശിനി തെളിച്ച് എല്ലാവരെയും ഇല്ലാതാക്കാൻ പോവുകയാണോ? ജുഡീഷ്യറിയുടെ ഈ പുതിയ ഫോർമുല വളരെ അതിശയകരമാണ് സാറേ. ആക്ടിവിസ്റ്റായ സന്ദീപ് മൻദാനെ എഴുതിയിരിക്കുന്നത്:
പുതിയ ഇന്ത്യയിലേക്ക് സ്വാഗതം. ഇത് ചീഫ് ജസ്റ്റിസിൽ നിന്ന് നേരിട്ട് വന്ന വാക്കുകളാണ് പ്രമോദ് ശർമ്മ എഴുതിയിരിക്കുന്നത്. ബഹുമാനത്തോടെ പറയട്ടെ, ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജുഡീഷ്യറിയുടെ ശക്തി നിലനിൽക്കുന്നത് അതിന്റെ അന്തസ്സിലും വാക്കുകളുടെ നിയന്ത്രണത്തിലുമാണ്. വിമർശിക്കുന്നവരെ പാറ്റകളെന്നും ഇത്തിൽക്കണ്ണികൾ എന്നും വിളിക്കുന്നത് ജനങ്ങളുടെ ജുഡീഷ്യറിയിലുള്ള വിശ്വാസം നശിപ്പിക്കുന്നതിനും കൂടുതൽ വിഭാഗീയത ഉണ്ടാക്കുന്നതിനും കാരണമാകും. സമ്മർദ്ദത്തിനുള്ളിൽ പോലും അളന്നു തൂക്കിയുള്ള വാക്കുകൾ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യത നിലനിർത്തുന്നതിന് അനിവാര്യമാണ്. ആദിത്യ ഗാർഗ് എഴുതിയിരിക്കുന്നത്, ഞാൻ ഒരു പാരസൈറ്റ് ആയതിൽ അഭിമാനിക്കുന്നു. ഞാൻ RTI ഫയൽ ചെയ്യും. ഞാൻ അധികാരികളെ ചോദ്യം ചെയ്യും. അധികാരത്തിന് മുൻപിൽ ഞാൻ തലകുനിക്കുകയില്ല. ഞാൻ ഇന്ത്യയുടെ ഭാവിയാണ്. അത് അംഗീകരിക്കൂ അങ്കിൾ. മെഹുൽ യാദവ് എഴുതിയിരിക്കുന്നത്, ജുഡീഷ്യറി ഒരു തമാശയായി മാറിയിരിക്കുകയാണ്. കാരണം സൂര്യകാന്തിനെ പോലെയുള്ളവരും മറ്റ് വളരെയേറെ പേരുമാണ്. ദ കാരവൻ മാഗസിൻ അവരുടെ ആർക്കൈവിൽ നിന്നുള്ള പഴയ ഒരു വാർത്ത ഇതിന് പ്രതികരണമായി കൊടുത്തിരിക്കുകയാണ്. ക്രമക്കേടുകളെക്കുറിച്ചുള്ള സീരിയസ് ആയ ആരോപണങ്ങൾ സൂര്യകാന്തിനെതിരെ ഉണ്ട്. 2012 ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റ് കോടികൾ വിലമതിക്കുന്ന പ്രോപ്പർട്ടി നിയമവിരുദ്ധമായി വില കുറച്ച് കാണിച്ച് ട്രേഡ് ചെയ്തു എന്ന് ഇദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ചു. 2017 പഞ്ചാബിലെ ഒരു ജയിൽവാസി 8 കേസുകളിൽ ജാമ്യം അനുവദിക്കുന്നതിന് സൂര്യകാന്ത് കോഴ വാങ്ങി എന്ന് പറഞ്ഞ് പെറ്റീഷൻ സമർപ്പിച്ചിരുന്നു. ഈ പെറ്റീഷനിൽ 6 വർഷത്തേക്ക് കൊളീജിയം ഹിയറിംഗ് നടത്തിയില്ല. ആ കാലയളവിൽ പഞ്ചാബ് ഹരിയാന കോടതിയുടെ ജഡ്ജിയായി ഇയാൾ തുടർന്നു. 2018 ഒക്ടോബറിൽ ഇദ്ദേഹത്തെ ഹിമാചൽ പ്രദേശ് ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായി നിയമിക്കുകയും ഇപ്പോൾ ഇയാൾക്കെതിരെയുള്ള പരാതി പരിഹരിക്കാതെ കൊളീജിയം അദ്ദേഹത്തെ ചീഫ് ജസ്റ്റിസായി നിയമിക്കുകയും ചെയ്തു. ഒരു മുൻ ജഡ്ജിയുടെ വാക്കുകൾ അനുസരിച്ച് ഇയാളെ സുപ്രീം കോടതിയിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്നതിന് ഇതേ വഴി തന്നെ സ്വീകരിക്കും. ഓർക്കണം, ഇയാൾ സുപ്രീം കോടതിയിലെ ജഡ്ജി ആകുന്നതിന് മുൻപുള്ള അവരുടെ വാർത്തയാണ് അവർ വീണ്ടും ഈ പരാമർശങ്ങളുടെ പേരിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഒരിക്കലും രാജ്യത്തിന്റെ പരമോന്നത കോടതിയുടെ ചീഫ് ജസ്റ്റിസിൽ നിന്ന് ഇത്തരത്തിലുള്ള വാക്കുകൾ ആരും പ്രതീക്ഷിക്കുന്നതല്ല. എന്നാൽ തലച്ചോറില്ലാത്ത സംഖ്യകൾക്ക് ഈ വാക്കുകൾ വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അത്ഭുതപ്പെടുത്താത്ത കാര്യം. രാജ്യത്തെ ലിബറൽ ആളുകൾക്ക് കണക്കിന് കൊടുത്തിരിക്കുകയാണ് ഈ വാക്കുകൾ വഴി ചീഫ് ജസ്റ്റിസ് ചെയ്തിരിക്കുന്നത് എന്നാണ് അവർ വളരെ ആഹ്ലാദത്തോടെ യാതൊരു മടിയും കൂടാതെ പ്രതികരിക്കുന്നത്. തരം താഴുക എന്നുള്ളത് അവർക്ക് വലിയ മാസ്റ്റർ സ്ട്രോക്കാണ്. അവരുടെ മാസ്റ്ററാണ് ഏറ്റവും തരം താണയാൾ. അയാളെയാണ് അവർ ദൈവമായി കാണുന്നത്, ദൈവമായി പൂജിക്കുന്നത്. രാജ്യത്തെ ജനങ്ങളുടെ അവസാന പ്രതീക്ഷയാണ് സുപ്രീം കോടതി. എവിടെ നിന്ന് ന്യായം ലഭിച്ചില്ലെങ്കിലും സുപ്രീം കോടതിയിൽ നിന്ന് ന്യായം ലഭിക്കും എന്ന് ആളുകൾ സാധാരണയായി പ്രതീക്ഷിക്കും. കാരണം അത്ര ഉന്നതരായ, അത്ര നിയമബോധ്യമുള്ള, അത്ര മൂല്യമുള്ള ആളുകളെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി വരികയുള്ളൂ എന്നാണ് പൊതുവെ ജനങ്ങൾ ധരിച്ചിരിക്കുന്നത്. എന്നാൽ ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, സൂര്യകാന്ത് ചീഫ് ജസ്റ്റിസ് ആകുന്നതോടുകൂടി രാജ്യത്തിന്റെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെടും എന്ന്. ഈ സുപ്രീം കോടതിയിലാണ് വോട്ട് കൊള്ളയ്ക്കെതിരെ കേസ് കൊടുക്കാൻ ആളുകൾ പറയുന്നത്. ഇത്തരത്തിൽ പ്രതികരിക്കുന്ന ചീഫ് ജസ്റ്റിസ് ഉള്ള സുപ്രീം കോടതിയിൽ നിന്ന് മോദി സർക്കാരിനെതിരെ, മോദിയുടെ സ്വന്തം സെലക്ഷൻ കമ്മീഷനെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടാകുമെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മൂഢസ്വർഗത്തിൽ ആണെന്നേ എനിക്ക് പറയാനുള്ളൂ. രാജ്യത്തെ തൊഴിലില്ലാത്ത യുവാക്കളെ ഒന്നിനും കൊള്ളുകയില്ലാത്ത ഇത്തിൽക്കണ്ണികൾ എന്നും കോക്രോച്ചസ് എന്നും വിശേഷിപ്പിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ വാക്കുകളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?